അന്ന് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ 14, 2023 തെലങ്കാനയിലെ കാമിറെഡ്ഡി ഏരിയയിലുള്ള സദാശിവ നഗർ പോലീസ് സ്റ്റേഷനിലോട്ട് രാവിലെ തന്നെ ഒരു കോള് വരികയാണ്. കോള് വിളിക്കുന്ന ആൾ അക്ഷരാർത്ഥത്തിൽ പേടിച്ച് വിറച്ചുകൊണ്ടായിരുന്നു പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ടുണ്ടായത്. ആൾ പറഞ്ഞൊരു കാര്യം കേട്ട് പോലീസുകാർ ഞെട്ടിത്തെറിച്ച് പോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവിടെ ഒരു സ്ത്രീയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ് കിടക്കുന്നുണ്ട്, ആരോ കൊന്നിട്ട് ഇത്തരത്തിലുള്ളൊരു കാര്യം ചെയ്തതാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യമായിരുന്നു ആൾ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിച്ചു പറഞ്ഞത്. വിവരം അറിഞ്ഞ പോലീസുകാർ ഉടനെ തന്നെ അങ്ങോട്ടെത്തുകയാണ്. അതിനോടൊപ്പം തന്നെ ഫോറൻസിക് ടീമും അതേപോലെ തന്നെ ഡോഗ് സ്ക്വാഡും എല്ലാം തന്നെ അങ്ങോട്ടെത്തി. പോലീസുകാരെത്തി നോക്കുമ്പോൾ ബോഡി ഓൾമോസ്റ്റ് കത്തിക്കരിഞ്ഞിട്ടുണ്ടായിരുന്നു. മുഖത്തിന്റെ ഒരു ഭാഗമൊക്കെ നല്ല രീതിയിൽ കരിഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ പ്രാഥമികമായിട്ടുള്ള ഒരു നിഗമനത്തിൽ ആ ഒരു സ്ത്രീക്ക് ഏകദേശം 20-നും 30-നും ഇടയിലാണ് പ്രായം എന്നുള്ളത് കൂടെ പോലീസുകാർ മനസ്സിലാക്കുകയാണ്. പിന്നെ ഫോറൻസിക് ടീമും അതേപോലെ തന്നെ പോലീസുകാരും അതിന് ചുറ്റും അന്വേഷിച്ചിട്ടും ഡോഗ് സ്ക്വാഡ് വന്ന് നോക്കിയിട്ടും വേറൊരു ലീഡും അവർക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അവരുടെ ബിലോങ്ങിങ്സോ അല്ലാന്നുണ്ടെങ്കിൽ കുറ്റവാളികൾ അവിടെ എന്തെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടും അത്തരത്തിലുള്ള ഒന്നും തന്നെ പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആ സമയത്തെ കാമിറെഡ്ഡി SP ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിന്ധു ശർമ്മ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥയായിരുന്നു. അവർ ആ ഒരു കേസ് നേരിട്ട് അന്വേഷിക്കുകയാണ്. അപ്പോൾ ഇത് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് 5 ടീമിനെ അസൈൻ ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവരെവിടെ നിന്നാണ് വന്നത്, അവരാരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ക്ലൂ കിട്ടുമെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു ടീം ഓഫ് പോലീസുകാർ ആ ഒരു ഏരിയയിലും അതിന് ചുറ്റുവട്ടത്തുള്ള എല്ലാ ഏരിയകളിലുള്ള CCTV വിഷ്വൽസും മറ്റും പരിശോധിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഒരു ടീം പോലീസുകാർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ ഫോട്ടോസും അതേപോലെ തന്നെ ഡീറ്റെയിൽസും ഒക്കെ ചുറ്റുള്ള എല്ലാ പോലീസ് സ്റ്റേഷനുകളിലോട്ടും അയച്ചു കൊടുക്കുകയാണ്. ഇത്തരത്തിലുള്ള വല്ല മിസ്സിംഗ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എങ്ങാനും രേഖപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഈ 2 കൂട്ടർക്കും യാതൊരു തരത്തിലുള്ള ലീഡുകളും കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ആരാണ് ആ സ്ത്രീ? എന്താണ് അവർക്ക് സംഭവിച്ചത്? പോലീസുകാർ എങ്ങനെയാണ് ആ ഒരു കേസ് അന്വേഷിച്ചത്? പോലീസിന് കുറ്റവാളിയെ കണ്ടെത്താനായിട്ട് സാധിച്ചു? തെലങ്കാനയെ തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞ ആ ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അങ്ങനെ പോലീസുകാർ ഈ ഒരു കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മേഡക് ഏരിയയിൽ നിന്നും വേറൊരു കോള് വരുന്നത്. അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് തന്നെയായിരുന്നു ഈ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് കോള് വന്നത്. അവരും ഞെട്ടിക്കുന്നൊരു വാർത്ത തന്നെയായിരുന്നു ഇവരുടെ അടുത്ത് പറഞ്ഞത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ഏരിയയിൽ നിന്നും ഇതേപോലെ തന്നെ കത്തിക്കരിഞ്ഞ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു വിവരം അറിഞ്ഞാൽ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു ടീം നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അവർ നോക്കിയപ്പോൾ രണ്ടും സിമിലർ ആണ്. അതായത് നോക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ കൊന്നിരിക്കുന്ന രീതിയും അതേപോലെ തന്നെ കത്തിച്ചിരിക്കുന്നതും എല്ലാം സിമിലർ ആണ്. അതേപോലെ തന്നെ ഈ രണ്ടാമത് കിട്ടിയ സ്ത്രീയുടെ മൃതദേഹത്തിൽ മുഖം മുഴുവനായിട്ട് കരിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു ഫേസിനും സിമിലാരിറ്റീസ് ഉണ്ടെന്നുള്ളത് പോലീസുകാർ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇതാരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അപ്പോഴും പോലീസിനെ കൊണ്ട് സാധിച്ചില്ല. അടുത്തതായിട്ട് അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവരുടെ 2 പേരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകഴിഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പരസ്യപ്പെടുത്തുകയായിരുന്നു. അതേപോലെ തന്നെ ഇവരെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ തെളിവ്, അതായത് ഇവരാരാണെന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും തുമ്പ് കിട്ടുകയെന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കണം എന്നുള്ളൊരു നോട്ടീസ് ഇറക്കുകയും ചെയ്തു. ഇതൊക്കെ പബ്ലിഷ് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ കാമിറെഡ്ഡിയിൽ നിന്നും കുറച്ച് മാറിയിട്ട് നിസാമാബാദ് ഏരിയയിലുള്ള മക്ലൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ നിന്നും പോലീസിന് ഒരു ഇൻഫർമേഷൻ ലഭിക്കുകയാണ്. തങ്ങളുടെ ഗ്രാമത്തിലുള്ള 2 സ്ത്രീകളുടെ ഫോട്ടോസ് പോലെയുണ്ട് ഇവരെ കാണാൻ എന്നുള്ളതായിരുന്നു ആ ഒരു ഇൻഫോർമന്റ് പോലീസിന്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ പോലീസുകാർ നേരെ ആ ഒരു മക്ലൂർ എന്ന് പറഞ്ഞ ഗ്രാമത്തിലോട്ട് പോവാണ്. അവിടെ എത്തിങ്ങായിട്ട് ഈ ഫോട്ടോസും മറ്റും കാണിച്ചപ്പോൾ ഒരുപാട് ആളുകൾ ഇവരെ തിരിച്ചറിയുകയായിരുന്നു. ഇവരാരാണെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ കുറച്ച് നാളുകൾക്ക് മുൻപ് പ്രസാദ് എന്ന് പറയുന്ന ഒരാൾ താമസിച്ചിരുന്നു. ആളുടെ സിസ്റ്റേഴ്സാണ്. അപ്പോൾ ഈ പ്രസാദിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുൻപ്, അതായത് കൃത്യമായി പറഞ്ഞാൽ 2018 പ്രസാദ് ഒരു പരിപാടി ഒപ്പിക്കുകയാണ്. അതായത് അവിടെയുള്ള ഒരു സ്ത്രീയുടെ പേഴ്സണൽ ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ സ്ത്രീയെ ഇയാൾ എന്താ പറയുക ബ്ലാക്ക് മെയിൽ ചെയ്യാണ്. അതിൻ്റെ ഇത് താങ്ങാൻ പറ്റാതെ ആ സ്ത്രീ പിന്നീട് ആത്മഹത്യ ചെയ്യുന്നൊരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ ഒരു പ്രസാദിനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ പേരിൽ ആളുടെ പേരിൽ കേസ് വരികയാണ്. പിന്നീട് ആൾ ജയിലിൽ പോവായിരുന്നു. അതിനുശേഷം പിന്നീട് ആൾ ബെയിലിൽ പുറത്തു വന്നു. എന്നാൽ പിന്നെ ആൾ തിരിച്ച് ഈ ഒരു ഗ്രാമത്തിലോട്ട് വന്നപ്പോൾ എല്ലാവരും ബോയ്ക്കോട്ട് ചെയ്യായിരുന്നു. പിന്നെ ആ ഒരു ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയപ്പോൾ ആളവിടെ നിന്ന് നേരെ വേറൊരു ഗ്രാമത്തിലോട്ട് പോയിട്ട് താമസം മാറുകയാണ്. അതിനുശേഷം അവിടെയും ആൾക്ക് ജോലികളും കാര്യങ്ങളൊന്നും ശരിയാവാത്തത് കൊണ്ട് അവസാനം ആൾ ഗൾഫിലോട്ട് പോയി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പോലീസിന് അവിടെ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. യെസ്, അപ്പോൾ ഈ ഒരു പ്രസാദിന്റെ സിസ്റ്റേഴ്സ് ആണ് ഇവർ 2 പേരും. അടുത്തതായിട്ട് പോലീസുകാർ ചോദിച്ചത് ഈ ഒരു പ്രസാദുമായിട്ട് കണക്ഷൻ ഉള്ള വല്ല റിലേറ്റീവ്സോ ഫ്രണ്ട്സോ എങ്ങാനും ആ ഒരു വില്ലേജിലുണ്ടോ എന്നുള്ളതായിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഒരേ ഒരു പേരായിരുന്നു, പ്രശാന്ത്. ഈ ഒരു പ്രശാന്തിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രസാദിന്റെ ബാല്യകാല സുഹൃത്താണ്.
അതേപോലെ തന്നെ ഇവർ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സാണ് തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഗ്രാമത്തിലുള്ള എല്ലാവർക്കും അറിയായിരുന്നു. അങ്ങനെയാണ് ഈ ഒരു പ്രശാന്തിൻ്റെ പേര് പറഞ്ഞത്. ഉടനെ തന്നെ പോലീസുകാർ ഈ ഒരു പ്രശാന്തിൻ്റെ അടുത്തോട്ട് എത്തുകയാണ്. ഈ ഒരു പ്രശാന്തിൻ്റെ വീട്ടിലെത്തി നോക്കിയപ്പോൾ ആൾ ഫാമിലിയുടെ കൂടെ ആളുടെ സ്വന്തം വീട്ടിലിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ പോലീസുകാർ കാണിച്ചു കൊടുത്തു. ആദ്യം കിട്ടിയ 2 ബോഡിയുടെയും ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ഫോട്ടോ നോക്കിയിട്ട് ഇയാൾ പറഞ്ഞത്, ഇത് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രസാദിൻ്റെ സിസ്റ്റേഴ്സിനെ പോലെ ഉണ്ട്, എന്നാൽ എനിക്ക് ഉറപ്പില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു. പോലീസ് എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുകയാണ്. അപ്പോൾ എന്താണെങ്കിലും ഇയാളെ ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നെ പോലീസുകാർ തീരുമാനിക്കുകയാണ്. അപ്പോൾ സാധാരണ ഫോർമാലിറ്റിയാണ്, നിങ്ങൾ എന്തായാലും ഒന്ന് സ്റ്റേഷനിലോട്ട് വരണം, നിങ്ങളാണല്ലോ ഈ ഒരു പ്രസാദുമായിട്ട് അടുത്തായിട്ടുള്ള ഒരാൾ, അവരുടെ സിസ്റ്റേഴ്സാണ് ഈ ഒരു കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നുള്ളൊരു നിഗമനത്തിലോട്ടാണ് ഞങ്ങളും എത്തിയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഡീറ്റെയിൽസ് നിങ്ങളുടെ അടുത്തുനിന്ന് ചോദിച്ചറിയാണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് പോവായിരുന്നു. അങ്ങനെ ആ ഒരു കേസ് അന്വേഷിച്ചിരുന്ന മുതിർന്ന ഉദ്യോഗസ്ഥയായിട്ടുള്ള ഈ ഒരു സിദ്ധു ശർമ്മ അയാളുടെ കാര്യം അറിയുകയാണ്. അപ്പോൾ അയാളെ തനിക്ക് നേരിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണമെന്ന് അവർ പറയുകയാണ്. അങ്ങനെ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് മറ്റൊരു വിവരം ഇടുത്തി പോലെ വീഴുന്നത്. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസംബർ 15, 2023, അതായത് ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഏകദേശം ഒരു ദിവസം കഴിഞ്ഞു. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിസാമാബാദിലത്തെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു ഇവിടോട്ട് കോൾ വന്നത്. ഇയാളെ കൊണ്ടുപോയതിന് ശേഷം, അതായത് ഈ ഒരു പ്രശാന്തിനെ കസ്റ്റഡിയിലെടുത്തതിന് ശേഷം പോലീസിനൊരു ഇൻഫോർമേഷൻ കിട്ടുകയാണ്. ബെൻഡോറ എന്ന് പറയുന്ന അവിടെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഒരു പാലുണ്ട്, ആ പാലത്തിൻ്റെ ഇടയിൽ ഒരു ചാക്ക് കിടക്കുന്നുണ്ട്. എന്തോ ഒരു ദുരൂഹതമായിട്ടുള്ളൊരു സാഹചര്യത്തിലാണ് ആ ചാക്ക് കിടക്കുന്നത്. അങ്ങനെ പോലീസുകാരെ നാട്ടുകാർ വിവരം അറിയിക്കുകയാണ്. അവരെത്തിയിട്ട് ആ ഒരു ചാക്ക് തുറന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു. 2 കുട്ടികളുടെ മൃതദേഹമായിരുന്നു ആ ഒരു ചാക്കിലുണ്ടായിരുന്നത്. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 10 വയസ്സിന് താഴെ പ്രായം തോന്നുള്ളൂ കുട്ടികളുടെ. അപ്പോൾ ഈ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള വിവരം പറയുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അപ്പുറത്തെ പോലീസ് ടീമിനെ ഈ പോലീസ് ടീം കോണ്ടാക്ട് ചെയ്തത്. അപ്പോൾ ഈ കുട്ടികൾ ആരാണെന്നുള്ളത് മക്കളൂർ ഗ്രാമത്തിൽ നിന്നുള്ള ആളുകളുടെ അടുത്ത് പോലീസുകാർ ചോദിക്കുകയാണ്. ആ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട ആളുകൾ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, അത് പ്രസാദിൻ്റെ 2 കുട്ടികളാണെന്നുള്ളത്. ഇതുകൂടെ ഇപ്പോൾ കേസ് അന്വേഷിച്ചിരുന്ന പോലീസുകാർ ആകെപ്പാടെ വീണ്ടും ഷോക്കായി പോവാണ്. അപ്പോൾ ആദ്യം അവർക്കൊരു മൃതദേഹം കിട്ടി കത്തിക്കരിഞ്ഞ നിലയിൽ, രണ്ടാമത് വേറൊരു മൃതദേഹം കിട്ടി, ഇപ്പോൾ 2 കുട്ടികളുടെ മൃതദേഹങ്ങളും കിട്ടി. ഇതൊക്കെ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രസാദ് എന്ന് പറയുന്ന ഒരാളുടെ സഹോദരിമാരും അതേപോലെ തന്നെ മക്കളുമാണ്. അപ്പോൾ ഈ ഒരു പ്രശാന്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, നിങ്ങളിപ്പോൾ എന്തായാലും ഫ്രണ്ട്സ് ആണല്ലോ, ആളായിട്ട് വല്ല കണക്ഷൻ ഉണ്ടാവില്ലേ, എന്താണ് ഇങ്ങനെ സംഭവിക്കാനുള്ള കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോൾ ഈ പ്രശാന്ത് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അന്നത്തെ ആ ഒരു ഇൻസിഡൻറ്റിന് ശേഷം ഞാനും ആളും തമ്മിൽ വലിയ കണക്ഷനൊന്നുമില്ല. ആൾ ഇതേപോലെ തന്നെ ഗൾഫിൽ പോയി, അതേപോലെ തിരിച്ച് നാട്ടിൽ വരാറുണ്ട്, ഗൾഫിൽ പോകുന്നുണ്ടെന്നുള്ളതല്ലാതെ എനിക്ക് വേറെ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്നുള്ളൊരു തരത്തിലായിരുന്നു ഈ ഒരു പ്രശാന്ത് മറുപടി പറഞ്ഞത്. എന്നാൽ വീണ്ടും പ്രശാന്തിനെ കുത്തി ചോദിക്കുകയാണ്. അപ്പോൾ ഈ പ്രസാദിൻ്റെ നാട്ടിലത്തെ വീടിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കുകയാണ്. അതായത് ആൾക്ക് അവിടെ ആൻസസ്ട്രൽ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒരു വീട്. അപ്പോൾ ആ വീടിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് ഇയാൾ മറ്റൊരു കാര്യം പോലീസിൻ്റെ അടുത്ത് പറയുന്നത്. സാറേ, കുറച്ച് നാളുകൾക്ക് മുൻപ് ഈ ഒരു പ്രസാദ് വന്നിങ്ങേറ്റ് ആളുടെ വീട് എൻ്റെ പേരിലോട്ട് എഴുതി വെച്ച് തന്നു എന്നുള്ളൊരു കാര്യമായിരുന്നു പ്രശാന്ത് പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് നിൻ്റെ പേരിലോട്ട് വീട് എഴുതി വെച്ചതെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കുറച്ചധികം പൈസ അവൻ തരാനുണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ പകരമായിട്ടാണ് എനിക്ക് ആ ഒരു വീട് എഴുതി വെച്ച് തന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു പ്രശാന്ത് പോലീസിൻ്റെ അടുത്ത് പറയാണ്. ഇത് കേട്ടപ്പോൾ പോലീസിന് നല്ല രീതിയിൽ സംശയം തോന്നുകയാണ്. അങ്ങനെ ഇത്ര നേരം മര്യാദക്ക് ക്വസ്റ്റ്യൻ ചെയ്തിരുന്നവർ പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് തുടങ്ങി. ആ ഒരു ക്വസ്റ്റ്യനിങ് അധികം നേരം പിടിച്ചു നിൽക്കാനായിട്ട് ഇയാളെ കൊണ്ട് സാധിച്ചില്ല. അവസാനം ആൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. താനാണ് പ്രസാദിനെയും അതുപോലെ തന്നെ ആളുടെ ഫാമിലിയെയും ഇല്ലാതാക്കിയത് എന്നുള്ളൊരു കാര്യമായിരുന്നു ഇയാൾ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞത്. ആരൊക്കെയാണ് നീ കൊന്നതെന്നുള്ളത് പോലീസുകാർ ചോദിച്ചപ്പോൾ ആളുടെ അമ്മ മാത്രമേ എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോയുള്ളൂ എന്നുള്ളൊരു തരത്തിലാണ് ഈ പ്രശാന്ത് മറുപടി പറഞ്ഞത്. യെസ്, പ്രസാദിനെ ഇവർ കൊലപ്പെടുത്തി, ആളുടെ ഭാര്യയെ, അതേപോലെ തന്നെ ഇവരുടെ 2 മക്കളെ, അതേപോലെ തന്നെ ആളുടെ 2 സഹോദരിമാരെ കൂടെ ഇവർ കൊലപ്പെടുത്തുകയാണ്. അതായത് ഇയാളും ഇയാളുടെ കൂട്ടാളികളും. അങ്ങനെ ഈ ഒരു പ്രശാന്ത് നടന്ന എല്ലാ കാര്യങ്ങളും പോലീസിൻ്റെ അടുത്ത് പറയുകയാണ്. ഈ പ്രസാദിൻ്റെയും പ്രശാന്തിൻ്റെയും കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറുപ്പത്തിലേ തുടങ്ങിയിട്ട്, അതായത് ചെറിയ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തുടങ്ങിയിട്ട് അവർ ആത്മാർത്ഥ സുഹൃത്തുക്കളാണ്. അങ്ങനെ അവരുടെ ആ ഒരു സൗഹൃദവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോന്നു. 2018 ആ സമയത്താണ് ഞാൻ മുൻപ് പറഞ്ഞ ഇൻസിഡൻറ്റ് നടക്കുന്നത്. ആ ഗ്രാമത്തിലെ തന്നെ ഒരു സ്ത്രീയുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും പ്രസാദ് എടുക്കുകയായിരുന്നു. എന്നിട്ട് അത് വെച്ചിട്ട് ആ ഒരു സ്ത്രീയെ ഭീഷണിപ്പെടുത്താനായിട്ട് തുടങ്ങി. ആ ഭീഷണിയും കാര്യങ്ങളും താങ്ങാൻ പറ്റാതെ ആ സ്ത്രീ ആത്മഹത്യ ചെയ്യുകയായിരുന്നു. എന്നാൽ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് ഈ പ്രസാദിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇയാൾ കാരണമാണ് ഞാൻ മരിക്കുന്നതെന്ന് എഴുതി വെച്ചിട്ടായിരുന്നു ആ ഒരു സ്ത്രീ മരിച്ചത്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ഇയാളെ പോലീസുകാർ അകത്തിടുകയായിരുന്നു. അതിനുശേഷം ഇയാൾ ജാമ്യത്തിൽ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് വന്നു. എന്നാൽ ആൾക്ക് ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ആളുകളൊന്നും എന്താ പറയുക സഹകരിക്കുന്നുണ്ടായിരുന്നില്ല. അയാൾ ചെയ്ത തെറ്റുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിൽ നിൽക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. അങ്ങനെയാണ് ആൾ കുടുംബത്തോട് കൂടിയിട്ട് വേറൊരു ഗ്രാമത്തിലോട്ട് പോയിട്ട് താമസിക്കുന്നത്. എന്നാൽ അവിടെയും അയാൾക്ക് മര്യാദക്ക് ജോലി എടുക്കാനോ മറ്റോ ഒന്നും തന്നെ സാധിച്ചില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആൾ ഗൾഫിൽ പോകുന്നതിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നത്. അങ്ങനെ ആൾ പ്രശാന്തിനെ കാണുകയാണ്. എന്നിട്ട് പ്രശാന്തിൻ്റെ അടുത്ത് പറഞ്ഞു, ഗൾഫിൽ പോയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്, ഇവിടെ നിന്നിട്ടൊന്നും ശരിയാവണില്ല, ഇവിടെ ഇനി നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞു. എനിക്ക് നീ എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഒപ്പിച്ചു തരണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു പ്രശാന്താണ് ആ സമയത്ത് ഒരു 1.5 ലക്ഷം രൂപ പ്രസാദിന് കൊടുക്കുന്നത്. ആ പൈസ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ ഗൾഫിലോട്ട് പോയിട്ടുണ്ടായത്. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു, 2023 അപ്പോൾ ഈ ഒരു പ്രസാദ് ഗൾഫിൽ നിന്ന് തിരിച്ചു വരികയാണ്. തൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ, ആ പൈസ തിരിച്ചു വാങ്ങണമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിൽ ഈ പ്രസാദിനെ കാണാൻ പോവുകയാണ്. എന്നിട്ട് സംസാരിക്കുകയാണ് കാശിൻ്റെ കാര്യമൊക്കെ. അപ്പോൾ ഈ പ്രസാദ് പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, തൻ്റെ കയ്യിൽ ഇപ്പോൾ തീരെ പൈസ ഇല്ല, ഞാൻ ഗൾഫിൽ വെച്ച് ഉണ്ടാക്കിയ കാശ് മുഴുവൻ വീട്ടിലത്തെ ചിലവിനും എൻ്റെ ചിലവിനും മാത്രമേ തികഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ, നിനക്ക് പൈസ തരണം എന്നുള്ള ആഗ്രഹമൊക്കെ എനിക്കുണ്ട്, പക്ഷേ എൻ്റെ കയ്യിൽ കാശില്ല. അപ്പോൾ അപ്പോഴത്തേനും ഈ ഒരു 1.5 ലക്ഷം രൂപ എന്നുള്ളത് പലിശയും കാര്യങ്ങളൊക്കെ കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് ഒരു 3.5 ലക്ഷം രൂപയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളതിനെ കുറിച്ച് ഇങ്ങനെ ഒരു പ്രസാദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആൾക്കൊരു ഐഡിയ വരുന്നത്. അതായത് നാട്ടിൽ ആൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടല്ലോ, ആ വീട് പണയം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഞാൻ നിനക്ക് നിൻ്റെ കാശ് തരാം എന്നുള്ളൊരു കാര്യം പ്രസാദ് പറയാണ്. അങ്ങനെ ആ ഒരു നാട്ടിൽ പോയിട്ട് ആ ഒരു വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അത് പണയം വെക്കാം എന്നുള്ളൊരു പ്ലാനിൽ പ്രസാദ് നിൽക്കുമ്പോൾ ഈ ഒരു പ്രശാന്ത് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ നാട്ടിലോട്ട് വരണ്ട, നീ നാട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പരിപാടി ഒന്നും നടക്കില്ല എന്നുള്ളതായിരുന്നു. അപ്പം എങ്ങനെ നീ പണയം വെക്കും എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ പ്രശാന്ത് പറഞ്ഞു, എന്തായാലും നീ ആ ഒരു വീടിൻ്റെ പേരിലോട്ട് രജിസ്റ്റർ ചെയ്തതായോ, ഞാൻ പണയം വെച്ച് കഴിഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ള പൈസ എടുത്തിട്ട് ബാക്കി നിനക്ക് എന്തെങ്കിലും പൈസ ഉണ്ടെങ്കിൽ ഞാൻ നിനക്ക് തരാം, അതിനുശേഷം ഈ പറഞ്ഞ പോലെ തന്നെ നീ ആ ലോൺ അടച്ചാൽ മതി, പിന്നെ അതിനുശേഷം ഞാൻ നിനക്ക് തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഈ ഒരു പ്രസാദ് ഓക്കെ പറയാണ്. അങ്ങനെ പ്രശാന്തിൻ്റെ പേരിലോട്ട് ആ ഒരു വീട് രജിസ്റ്റർ ചെയ്ത് വെക്കുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം 2 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ ഈ ഒരു പ്രശാന്തിൻ്റെ അടുത്ത് ഈ ഒരു ലോണിൻ്റെ കാര്യങ്ങളും മറ്റൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ പ്രസാദ് എന്താ പറയുക, വീണ്ടും കാശിൻ്റെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ പ്രശാന്തിൻ്റെ എന്തൊക്കെയോ ഒരു ഇതടിക്കുന്നുണ്ട്. ആൾ നൈസായിട്ട് ഒഴിഞ്ഞു മാറാനും തുടങ്ങി. സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ഒരു വീട് തൻ്റെ സ്വന്തം പേരിലോട്ടായപ്പോൾ ഇനിയൊരു 3.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് ആ വീട് വിട്ടുകളയണോ എന്നുള്ളതായി ഇയാളുടെ ചിന്ത. എങ്ങനെയെങ്കിലും ആ ഒരു വീട് കൈക്കലാക്കണം എന്നുള്ളത് മാത്രമായി ഈ ഒരു പ്രശാന്തിൻ്റെ ചിന്ത. ആ ഒരു വീടിൻ്റെ വർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 25 ലക്ഷം രൂപയുണ്ട്. അപ്പം അത്രയും കാശ് കളയണ്ടല്ലോ എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആളുണ്ടായത്. അങ്ങനെ പ്രശാന്ത് ആ ഒരു വീട് കൈക്കലാക്കാൻ തന്നെ പ്ലാൻ ചെയ്യുകയാണ്. അതിനു വേണ്ടിയിട്ട് തൻ്റെ 2 സുഹൃത്തുക്കളെയും ആൾ സഹായത്തിനായിട്ട് വിളിച്ചു. അതായത് ഈ ഒരു പ്രസാദിൻ്റെ ഫാമിലിയെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിൻ്റെ കാര്യം ചോദിച്ച് ആരും തങ്ങളെ അന്വേഷിച്ച് വരില്ല എന്നും, പിന്നീട് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്യാമെന്നുള്ളതും ആയിരുന്നു ഇവരുടെ ചിന്ത. പിന്നെ ആ ഒരു ഗ്രാമത്തിലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എന്താ പറയുക പ്രസാദിൻ്റെ കാര്യം അന്വേഷിക്കുകയില്ല. അങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. അതിനുശേഷം ഈ പ്രസാദിനെ വിളിക്കുകയാണ്. നീ എന്തായാലും ഇങ്ങോട്ട് വരണം, ഗ്രാമത്തിലോട്ട് വരണ്ട, ഗ്രാമത്തിൻ്റെ ഔട്ടറിൽ വന്നാൽ മതി. ഗ്രാമത്തിൽ നീ വന്ന് നിന്നെ ആരെങ്കിലും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രശ്നമാവും. ലോണും കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റാക്കിയിട്ടുണ്ട്, അതിൽ നിൻ്റെ കുറച്ച് സയൻസും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ അത് റെഡിയാക്കുന്ന ആൾക്ക് നിന്നൊന്ന് നേരിട്ട് കാണണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്നോട് വരാനായിട്ട് പറയുന്നത്. ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നീ വന്നാൽ മതി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. തൻ്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ടിട്ട് ഇയാൾ നേരെ തന്നെ അങ്ങോട്ട് എത്തുകയാണ്. അതിനുശേഷം ഈ ഒരു പ്രശാന്തും പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അവരുടെ കുറച്ച് സുഹൃത്തുക്കളെല്ലാവരും കൂടെ ചേർന്ന് കഴിഞ്ഞിട്ട് മദ്യപിച്ച് ലെക്ക് കേട്ട ആ ഒരു സമയത്ത് ഈ ഒരു പ്രശാന്തും ആളുടെ 2 സുഹൃത്തുക്കളും കൂടെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആരും അറിയാതെ അവിടെയുള്ള ഒരു ആറ്റിൽ ആ ഒരു ബോഡി ഡിസ്പോസ് ചെയ്യാണ്. അതിനുശേഷം ഈ പ്രശാന്ത് ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രസാദിൻ്റെ വൈഫിനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രസാദിനെ നിങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ നിങ്ങളുടെ സൈൻ്റെ ആവശ്യമുണ്ട്, അപ്പോൾ എന്തായാലും ഒന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് ബസ് കയറിയിട്ട് ഇവരെ കാണാനായിട്ട് വരികയാണ്. അങ്ങനെ ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഒരു പ്രസാദിൻ്റെ വൈഫിനെ കാറിൽ പിക്ക് ചെയ്തു. ആളൊഴിഞ്ഞൊരു സ്ഥലത്തെത്തിയപ്പോൾ ആ ഒരു സ്ത്രീയെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇത്തിരി കാട് പിടിച്ചൊരു ഏരിയ ആയിരുന്നു. അവിടെ എന്താ പറയുക, കുറച്ചങ്ങോട്ട് മാറിയിട്ടൊരു കുഴി കുത്തിയിട്ട് ആ സ്ത്രീയെ അവിടെ മറവ് ചെയ്തു. അതിനുശേഷം ഇവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ പ്രസാദിൻ്റെ ഫാമിലിക്ക് ഫോൺ ചെയ്തിട്ട് പറയാണ്, മക്കളെ 2 പേരെയും കാണുമെന്ന് പ്രസാദും ഭാര്യയും പറഞ്ഞു എന്നുള്ളത്. അപ്പം മക്കളെ വിളിക്കാനായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ 2 കുട്ടികളെയും കൊണ്ട് കഴിഞ്ഞിട്ട് അവർ വരുന്ന വഴിക്ക് ഇതേപോലെ തന്നെ വണ്ടിയൊക്കെ നിർത്തി
ഒരു സുഹൃത്ത് ഒരു കുട്ടീനെയും കൊണ്ട് അങ്ങോട്ട് പോയി. അപ്പോൾ വേറെ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടീനെയും കൊണ്ട് പ്രശാന്ത് പോവാണ്. അതിനുശേഷം ആ കുട്ടിയുടെ കഴുത്ത് ഞെരിച്ച് ഇവർ കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം ആദ്യം പോയ ആ ഒരു കുട്ടീനെ തിരിച്ചിവിടെ കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് ആ ഒരു കുട്ടിയുടെയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം വലിയൊരു ചാക്കിലാക്കിയിട്ട് ആ ബോഡി മറ്റേ പാലത്തിൻ്റെ ചൂട്ടിൽ ഡംപ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും പ്രസാദിൻ്റെ വീട്ടിലോട്ട് ഈ ഒരു പ്രശാന്ത് കോളിയാണ്. എന്നിട്ട് പറഞ്ഞു, എന്തായാലും പ്രസാദിനെ കൊണ്ടും ആളുടെ വൈഫിനെ കൊണ്ടും 2 കുട്ടികളെ ഇപ്പോൾ നോക്കാനായിട്ട് പറ്റുന്നില്ല. ഇതിൻ്റെ കുറച്ച് പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസിയാണ്. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ വന്നു കഴിഞ്ഞാൽ ഉപകാരമായിരിക്കും എന്ന് പ്രസാദ് പറയുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഒരു സഹോദരി നേരെ ഇവരുടെ അടുത്തോട്ട് വരികയാണ്. ഇതേപോലെ തന്നെ ആ ഒരു സഹോദരനെയും ഇവർ ബസ് സ്റ്റോപ്പിൽ നിന്ന് കാറിന് പിക്ക് ചെയ്തു. പോകുന്ന വഴി ആ ഒരു സഹോദരിയെയും ഇവർ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നെ ആളില്ലാത്ത സമയത്ത് ഇതേപോലെ തന്നെ ആ ഒരു സ്ത്രീയുടെ ബോഡിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയും ചെയ്തു. പിന്നെ വീണ്ടും ഈ ഒരു പ്രസാദിന്റെ വീട്ടിലോട്ട് ഇവർ വിളിക്കുകയാണ്. ആ സമയത്ത് പ്രസാദിന്റെ അമ്മയും സഹോദരിയും, അതായത് ഒരു സഹോദരിയും മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ അടുത്ത് ഇതേപോലെ തന്നെ പ്രസാദ് കാണണമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് പറയാണ്. അങ്ങനെ നേരെ അവർ 2 പേരും കൂടെയും ഇവരുടെ അടുത്തോട്ട് വരികയാണ്. അപ്പോൾ ഇവരെ 2 പേരെയും കൂടെ കൊണ്ടുപോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ഒരു ടൗണിലൊരു ലോഡ്ജിലാക്കാണ്. എന്നിട്ട് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് തിരക്കിലാണ്. കുറച്ചേരം കഴിയുമ്പോൾ ഞങ്ങൾ വിളിക്കാൻ വരാമെന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ വന്നിട്ട് പ്രസാദിൻ്റെ സഹോദരിയെ മാത്രമായിരുന്നു കൂട്ടിക്കൊണ്ടുപോയത്. ആ ഒരു സഹോദരിക്കും ഇതേ ഗതി തന്നെയായിരുന്നു. ഓൺ ദ വേ ആ ഒരു സ്ത്രീയുടെ കഴുത്ത് ഞെരിച്ച് ഇവർ കൊലപ്പെടുത്തുകയായിരുന്നു. അതിനുശേഷം ആ ഒരു ബോഡി കത്തിക്കുകയും ചെയ്തു. ആ ബോഡിയാണ് പോലീസിന് ആദ്യം കിട്ടിയത്. അങ്ങനെ ഈ ഒരു പ്രശാന്തും ടീമും സക്സസ്ഫുൾ ആയിട്ട് പ്രസാദിനെയും ആളുടെ വൈഫിനെയും മക്കളെയും 2 സഹോദരിമാരെയും ഇല്ലാതാക്കി. ഇനി അമ്മ മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ അമ്മയും കൂടെ കൊല്ലാനായിട്ടുള്ള പ്ലാനുകളോട് കൂടിയിട്ട് ഇവർ ലോഡ്ജിലോട്ട് എത്തിയതായിരുന്നു. എന്നാൽ ആ സമയത്ത് പ്രസാദിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നില്ല. അവർ എന്തൊക്കെയോ പന്തികേട് നേരത്തെ മണത്തിട്ടുണ്ടായിരുന്നു. അതായത് അവർ നോക്കുന്ന സമയത്ത് ഈ ഒരു പ്രശാന്ത് മാത്രമാണ് ഇടയ്ക്കിടയ്ക്ക് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നത്. പ്രസാദിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല, അതേപോലെ തന്നെ പ്രസാദിൻ്റെ വൈഫിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ തൻ്റെ 2 പെൺമക്കളെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. പേരക്കുട്ടികൾക്ക് എന്താണ് പറ്റിയതെന്നും അറിയില്ല. ഇതൊക്കെ കൂടെ ആയപ്പോൾ ഇവർ പേടിക്കുകയാണ്. അതായത് ഇവിടെ നിന്ന് പോയവരെ കുറിച്ചൊന്നും യാതൊരു വിവരവും ഇല്ല. ഓരോരുത്തരായിട്ടാണ് പോകുന്നത്. ഇത്രയൊക്കെ ആയപ്പോൾ ഈ പ്രശാന്ത് എന്തെങ്കിലും ചെയ്യുന്നതാണോ എന്നുള്ളൊരു തോട്ട് ഇവർക്ക് ഉണ്ടാവുകയാണ്. ഇവർ ആരോടും പറയാതെ പേടിച്ചിട്ട് ആ ഒരു ലോഡ്ജിൽ നിന്ന് പതുക്കെ ഇറങ്ങി അവിടെ നിന്ന് മുങ്ങായിരുന്നു. അതിനുശേഷം ഈ ഒരു പ്രസാദിൻ്റെ അമ്മ എങ്ങോട്ട് പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ആർക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ, അതായത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ സമയത്ത് ഈ പ്രശാന്തിനെ പോലീസുകാർ പിടികൂടിയല്ലോ. അതിനുശേഷമാണ് ഈ സ്ത്രീ നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് എത്തുന്നതും അതേപോലെ തന്നെ നടന്ന ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ അവർ പറയുന്നതും. അവരെയും ഈ ഒരു പ്രശാന്ത് കൊല്ലാൻ നോക്കിയെന്നും എന്നാൽ അവർ തലനാരിയേക്കാണ് രക്ഷപ്പെട്ടതെന്നുള്ളൊരു കാര്യമായിരുന്നു പോലീസിൻ്റെ അടുത്ത് ഈ ഒരു പ്രസാദിൻ്റെ അമ്മ പറഞ്ഞത്. ഈ ഒരു കേസിനെ കുറിച്ച് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ തെലങ്കാന തന്നെ ഞെട്ടിത്തരിച്ചു പോവുമായിരുന്നു. ഒരു 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് തൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെയും ആളുടെ ഫാമിലിയെയും എന്താ പറയുക ഇല്ലാതാക്കുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ്, ആ ഒരു എക്സ്ട്രീമിലോട്ടായിരുന്നു ഈ ഒരു പ്രശാന്ത് എന്ന് പറയുന്ന ആളും ആളുടെ കൂട്ടുകാരും പോയത്. അതായത് 1-2 കൊലപാതകങ്ങളല്ല, ഒരു 25 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ട് നോക്കാന്നുണ്ടെങ്കിൽ പ്രസാദ്, ആളുടെ ഭാര്യ, ആളുടെ 2 മക്കൾ, ആളുടെ 2 സഹോദരികൾ, ഇത്രയും പേരെ അവർ കൊലപ്പെടുത്തി. അമ്മയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റിന് രക്ഷപ്പെട്ടു പോവായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ നോക്കാന്നുണ്ടെങ്കിൽ പ്രസാദിനെയും ആളുടെ 2 സുഹൃത്തുക്കളെയും ആളുടെ അമ്മയെയും അതേപോലെ തന്നെ ആളുടെ സഹോദരനെയും ഈ പറഞ്ഞ പോലെ തന്നെ പോലീസുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും ഇപ്പോൾ ജയിലിലാണ്. ഈ ഒരു കേസും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയുമാണ്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയത്? നിങ്ങളുടെ തോട്ട്സും മറ്റും എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.